ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്വപ്നം കാണുന്നതിൽ ഒരു വിദഗ്ധനാണ് എന്ന് ഏറ്റവും ഒടുവിൽ തെളിയിച്ചിരിക്കുകയാണ്. സ്വപ്നത്തിന് അതിർവരമ്പുകളില്ല. ആർക്കും എവിടെയും ഇരുന്ന് സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യവും എല്ലായിടത്തും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അദ്ദേഹം ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് ബഹുജനങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടുത്തടുത്ത 3 പ്രാവശ്യം സംസ്ഥാനം സന്ദർശിക്കുന്നതും ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് എന്ന രീതിയിൽ റോഡ് ഷോ ഉൾപ്പെടെ നടത്തി ഒരു ഹാലിളക്കം ഉണ്ടാക്കിയത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തിയതായ സ്വപ്നം എന്ന് പറയുന്നത് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് BJPയുടെ 2 അക്ക MP മാരുണ്ടാകണം. കേരളത്തിൽ 20 പാർലമെന്റ് സീറ്റുകളാണുള്ളത്. അതിൽ 2 അക്കം എങ്കിലും BJP MP ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും കുറഞ്ഞ 2 അക്കം എന്ന് പറയുന്നത് 10 ആണ്. 20ൽ 10 എന്ന് പറയുമ്പോൾ 50% മാത്രമേ ആയിട്ടുള്ളൂ. സ്വപ്നത്തെക്കുറിച്ച് ലോകം മുഴുവൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്വപ്നം കാണുമ്പോൾ എന്തിന് അർദ്ധരാജ്യം കാണണം? പൂർണ്ണ രാജ്യം കണ്ടുകൂടെ? എന്തായാലും സ്വപ്നമല്ലേ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ബഹുമാന്യനായ നരേന്ദ്രമോദിയോട് ചോദിക്കാനുള്ളത്, അങ്ങ് എന്താണ് ഈ 10ൽ നിർത്തിക്കളഞ്ഞത്? ഇനിയും ബാക്കി 10 സീറ്റുകൾ കിടക്കുകയല്ലേ? അതെന്തുകൊണ്ട് BJPക്ക് അതും കൂടെ നേടിക്കൂടാ എന്ന് അങ്ങേക്ക് പറയാൻ കഴിയാതെ പോകുന്നു? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിൽ നിന്ന് ഒരു MP പോലും BJPയുടെ പ്രതിനിധിയായി പാർലമെന്റിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ വന്ന് പറയുന്നത് 2 അക്ക നമ്പർ BJP MP വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്ന്. ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിന് അത് ആഗ്രഹിക്കാൻ അവകാശമുണ്ട്. എന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം നന്നായി അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ പരമ്പരാഗതമായി 2 മുന്നണികൾ തമ്മിലാണ് മത്സരം. ഒന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉള്ളതിൽ കേരളം മാത്രമാണ് ഈ തരത്തിലുള്ള 2 മുന്നണികൾ ഏറ്റുമുട്ടുന്ന സംസ്ഥാനം. വടക്കേ ഇന്ത്യ, വടക്ക് കിഴക്കൻ ഇന്ത്യ, മധ്യ ഇന്ത്യ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ BJPക്ക് കുറച്ച് ആധിപത്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പലതും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. മധ്യ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് പറയുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയതായ സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ചിത്രം മാറുന്നു. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരിടത്ത് പോലും BJP ഭരിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഇത് ഒരു അഭിമാന പ്രശ്നമായി BJP എടുത്തിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് അദ്ദേഹം 3 പ്രാവശ്യം അടുത്തടുത്ത് കേരളം സന്ദർശിച്ച് വാതോരാതെ വാഗ്ദാനങ്ങൾ പെരുമഴിയായി വാരി എറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഒരു പുതിയ മുദ്രാവാക്യവുമായി ഇറങ്ങിയിരിക്കുന്നു. മോദി കി ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി അല്ലെങ്കിൽ മോദിയുടെ ഉറപ്പ്. ആകാശത്തിന് കീഴിൽ എന്ത് സംഭവിച്ചാലും അതിന് മോദിയുടെ ഉറപ്പുണ്ടാകുമെന്ന അർത്ഥം പെരുമാറാണ് അദ്ദേഹം ഈ പ്രചരണ മുദ്രാവാക്യം അഴിച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ഇന്ത്യൻ ജനതയ്ക്ക് 140 കോടി ജനങ്ങൾക്ക് നൽകിയ സംഭാവനകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ കഴിഞ്ഞ 45 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇന്ന് നിൽക്കുന്നത്. 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ് ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന്.
അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി 10 വർഷം കൊണ്ട് 20 കോടി ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കണമല്ലോ. ഇന്നും തൊഴിലില്ലായ്മയ്ക്ക് വളരെ ഉയർന്ന ശതമാനം നിൽക്കുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നത് ലോകം മുഴുവൻ അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കർഷകരുടെ സ്ഥിതി എത്താണ്? പൊരി വെയിലത്ത് കർഷകർ മരിച്ചു വീഴുകയാണ്. അവരാരും അദാനിയുടെയോ അംബാനിയുടെയോ കർഷകരല്ല. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ദാനം ചെയ്യുന്ന അന്നദാതാക്കളാണ് ഡൽഹി ഹരിയാന അതിർത്തിയുടെ തെരുവീഥികളിൽ കിടന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ താങ്ങുവില പ്രഖ്യാപിക്കണം. എത്രയോ ആളുകൾ അവിടെ കിടന്ന് മരിച്ചു വീഴുന്നു. ആ അവസ്ഥയിൽ കർഷകർക്ക് എന്ത് ചെയ്യാൻ ഈ മോദിക്ക് സാധിച്ചു? എന്നിട്ടും ഒരു ഉളുപ്പമില്ലാതെ മുദ്രാവാക്യം ഉയർത്തുകയാണ് മോദി കി ഗ്യാരണ്ടി. തീർച്ചയായും ജനങ്ങൾ തിരിച്ചടിക്കും വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന ഭയം ഉള്ളത് കൊണ്ടാണ് ഒരിക്കലും വന്നിട്ടില്ലാത്ത കേരളത്തിൽ പോലും അടുക്കെ സന്ദർശനം നടത്തി റോഡ് ഷോയും മറ്റും നടത്തി മടങ്ങിപ്പോകുന്നു. കേരളത്തിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ചില സ്റ്റാർ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാർ മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ മത്സരിക്കുന്നത് ഒരു സ്റ്റാർ തന്നെ, സിനിമാ നടനായ ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. വലിയ പ്രചരണ കോലാഹലം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ചില മണ്ഡലങ്ങളൊക്കെ അവർ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും മോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ബഹുദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം വളരെ നന്നായി വർത്തമാനകാല രാഷ്ട്രീയം വിശകലനം ചെയ്യാൻ പ്രാപ്തിയുള്ള സമൂഹമാണ്. സാക്ഷരതയിലും രാഷ്ട്രീയ ബോധത്തിലുമൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ BJPയുടെ പരിപ്പ് ഈ വർഷം വേകുമോ എന്ന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കോടികൾ മുടക്കി തെരഞ്ഞെടുപ്പിൽ എല്ലാ അടവുകളും പയറ്റാൻ BJP സന്നദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും സമ്പന്നമായ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇലക്ടറൽ ബോണ്ട് വഴിയായി അവർ സ്വരൂപിച്ചു വച്ചിരിക്കുന്ന പണത്തിന് കയ്യും കണക്കുമില്ല. ഓരോ ദിവസവും പരസ്യത്തിന് വേണ്ടി മോദിയുടെ ചിത്രത്തോടുകൂടി അച്ചടി ദൃശ്യമാധ്യമങ്ങൾ ചെലവഴിക്കുന്ന കോടികളുടെ കണക്ക് ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ വ്യാമോഹിപ്പിച്ച് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കെല്ലാ നന്മകളും പ്രദാനം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് എല്ലാ അടവുകളും പയറ്റാൻ മോദിയുടെ സംഘം രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ 2 അക്ക നമ്പർ എന്നത് പോകട്ടെ, ഒരക്ക നമ്പറെങ്കിലും അവർക്ക് കിട്ടുന്നെങ്കിൽ അവരുടെ മഹാഭാഗ്യം എന്ന് കരുതിയാൽ മതി. പക്ഷേ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മുന്നണികൾ തമ്മിൽ പോരാടുന്നു. ആ മുന്നണികൾ തമ്മിലാണ് പോരാട്ടം. 3-ാം മുന്നണിക്ക് കേരളത്തിൽ നാളിതുവരെ ഒരടയാളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് പറയാനും വയ്യ. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രചരണത്തിന്റെ ചൂട് വർദ്ധിക്കുമ്പോൾ, സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി പുറത്തു വരുമ്പോൾ ചിത്രം കുറെ കൂടെ വ്യക്തമാകും. ആരൊക്കെയാണ് കളത്തിൽ ഇറങ്ങി കളിക്കാൻ പോകുന്നത് എന്നത് മനസ്സിലാകും. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകും. അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാ തരത്തിലും രാഷ്ട്രീയ മേഖലയിൽ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയം ചില അടയാളപ്പെടുത്തലുകൾ നടത്തും. കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വേണം കാണാൻ. വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതായിട്ടുള്ള രാഷ്ട്രീയ ഗതിവിഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ
ആയി വരുന്നതേ ഉള്ളൂ.